എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിട്ട് പോകുന്നു. സൂര്യഭാരതി ക്രിയേഷൻസിന്റെ അടിനാശം വെള്ളപ്പൊക്കം വർഗീസ് അടി കപ്പേരി കൂട്ടമണി ഇപ്പൊ പറഞ്ഞല്ലോ, അതിനൊക്കെ ശേഷം ചെയ്യുന്ന സിനിമയാണ്. അടികപ്പേരി കൂട്ടമണി പോലെ കുറച്ച് യുവത്വം, അതായത് സ്റ്റുഡൻസും അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ തന്നെയാണ് ഇന്നും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അനൗൺസ്മെന്റ് ചേച്ചി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിന് ഞാൻ? അപ്പോൾ എന്താ ചേച്ചി തന്നെ ചെയ്യണം എന്ന് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഈ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയോട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇടയിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഡ്രഗ്സിനെ കുറിച്ച്, സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു വാചകം, അത് സൊസൈറ്റിയിൽ ഇപ്പൊ ഈ സിനിമ കൊണ്ട് സൊസൈറ്റിയെ നന്നാക്കാം അങ്ങനെ ഒരു ധാരണയൊന്നും ഞങ്ങളുടെ ടീമിനില്ല. ആക്ച്വലി അങ്ങനെ ഇത് സിനിമ കൊണ്ടുകൊണ്ട് എന്തായാലും അങ്ങനെയാണെങ്കിൽ മറ്റെന്താ, എല്ലാ സിനിമയുടെ ആദ്യം കാണിക്കുന്ന പുകവലി ആരോഗ്യത്തിന് ഹാനികരെന്ന് എഴുതി കാണിച്ച എത്രയോ പേര് പുകവലി നിർത്തണമായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, അത് കാണുമ്പോൾ രണ്ടെണ്ണം കൂടുതൽ വലിക്കാൻ തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു ധാരണ അങ്ങനെയല്ല. പക്ഷെ നമ്മളാൽ കഴിയുന്നത് നമ്മൾ സമൂഹത്തിന് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ? നമ്മൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ആരോ പറഞ്ഞ പോലെ ഈ ലഹരി എന്ന് പറയുന്ന സാധനം പല രീതിയിലാണ്. അപ്പൊ മദ്യത്തിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഒരാൾ പറയുന്നുണ്ടായിരുന്നു, മദ്യം കഴിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ കഴിക്കാൻ അറിയാവുന്നവനെ കഴിക്കാവൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പൊ ഞാൻ പ്രധാനമായിട്ടും ഇതില് നമ്മുടെ ഇപ്പോഴത്തെ യുവതലമുറയുടെ പ്രശ്നങ്ങൾ, അതായത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ, ലഹരി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ എന്ത് സംഭവിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു സൊസൈറ്റിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊന്നുമല്ല. നമ്മൾ ഒരു ഷോർട്ട് ഫിലിം മത്സരം നടത്താൻ തീരുമാനിക്കുകയാണ്. 1.5 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിം, അത് പ്രായപരിധി ഒന്നും ഇല്ലാതെ തന്നെ 1.5 മിനിറ്റുള്ള ഷോർട്ട് ഫിലിം മത്സരത്തിന് ക്ഷണിക്കുകയാണ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫിലിം ഈ സിനിമയുടെ, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സിനിമ റിലീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഷോർട്ട് ഫിലിം, ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം, അതും നമ്മുടെ ഈ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ചെയ്യുന്ന ഷോർട്ട് ഫിലിം, അതിന് സിനിമയ്ക്ക് തൊട്ട് മുമ്പ് പ്രദർശിപ്പിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഈ അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ സ്റ്റാർട്ട് ചെയ്യുക. അത് റിലീസിന്റെ അന്ന് മാത്രമല്ല, എത്രത്തോളം ദിവസം നമ്മൾ ആ സിനിമ തിയേറ്ററിൽ ഓടുന്നോ അത്രയും ദിവസം തന്നെ നമ്മൾ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നെ ആയിരിക്കും പോവുക. പക്ഷെ ആരാണ് വിന്നർ എന്നുള്ളത് അന്നത്തെ അറിയുള്ളൂ. അത് റിലീസ് ചെയ്യുന്ന അന്നായിരിക്കും ഇന്ന ആളുടെ ആണ് എന്നുള്ളത് അറിയുള്ളൂ. അപ്പോ പ്രായപരിധി ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കൊച്ചുകുട്ടികൾ, ഇപ്പം ഒരുപാട് പേര് സ്കൂളിലെ കുട്ടികളൊക്കെ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്, നല്ല നല്ല ഷോർട്ട് ഫിലിംസ് എടുക്കുന്നുണ്ട്. അവർക്ക് ചെയ്യാം, വയസ്സായവർക്ക് ചെയ്യാം, പെൺകുട്ടികൾക്ക് ചെയ്യാം, എല്ലാവർക്കും പ്രായപരിധി ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഷോർട്ട് ഫിലിം, സേ നോ ടു ഡ്രഗ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 1.5 മിനിറ്റ് കവിയാത്ത ഒരു ഷോർട്ട് ഫിലിം. അപ്പോൾ അതാണ് അനൗൺസ് ചെയ്യാനിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ക്രൂവിനെ സംബന്ധിച്ച് അതൊരു പ്രധാനപ്പെട്ട ഇത് തന്നെയാണ്. അത് മാത്രമല്ല, സൂര്യഭാരതി ക്രിയേഷൻസ് ഇവിടെ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി. അവരുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ ഈ സെലക്ട് ചെയ്യുന്ന ആളുണ്ടാവും എന്ന് പറഞ്ഞു. ഇദ്ദേഹം മഞ്ജു മാഡം അടുത്ത നമ്മുടെ പടത്തിലുണ്ടാവും. വളരെ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അതിഗംഭീരമായിട്ട് നമ്മളൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനങ്ങളായിരുന്നു.
അപ്പൊ സ്ക്രീനിൽ ഞങ്ങൾ കണ്ടപ്പോൾ കുറച്ചും കൂടെ ഇതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വാക്ക് വേണ്ട, നമ്മൾ അടുത്ത പടത്തിലുണ്ടാവും. അത്രയൊന്നുമില്ല, കുഴപ്പമില്ലാത്തൊരു നല്ല ക്യാരക്ടറാണ് ചെയ്തത്. സ്ഥിരം കാണുന്ന അമ്മ വേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് മറ്റേ ദാരിദ്ര്യമില്ലാത്ത, മെയിൻലി അതാണ് പറയുന്നത്. എന്നെ കാണുമ്പോൾ എല്ലാവരും കഷ്ടപ്പെടുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള, അതും അമ്മ തന്നെയാണ്, ബട്ട് ദാരിദ്ര്യമില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾ അനൗൺസ് ചെയ്യാനിരുന്ന കാര്യം. അപ്പോൾ എന്ന് മുതലാണ് നമ്മളിത് അതായത് ക്ഷണിച്ചു തുടങ്ങുന്നത്? നവംബർ 16 വൈകുന്നേരം 4 മണി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്, എൻട്രികൾ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. നവംബർ 18 വൈകുന്നേരം 4 മണി വരെ. അതിനുള്ളിൽ ഈ പറയുന്ന ഷോർട്ട് ഫിലിമുകളുടെ എൻട്രി ഇതറിയുന്ന എന്ന് മുതലാണോ? കാരണം ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ പല എന്താ പറയുക 24 hours അല്ലെങ്കിൽ 48 hours ഒക്കെ ഷോർട്ട് ഫിലിം കണ്ടസ്റ്റുകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ എന്ന് മുതൽ റെഡി ആവുന്നോ അന്ന് മുതൽ നിങ്ങൾക്ക് അത് എൻട്രി അയക്കാം. നവംബർ 18 വൈകുന്നേരം 4 മണി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ ഇത് അയക്കണം. അതെ, അതുകൊണ്ട് 4K റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. ഐഫോൺ ആണ്, പക്ഷെ 4K റെസൊല്യൂഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാകണം. 4K റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ AI ജനറേറ്റഡ് ആയിരിക്കാൻ പാടില്ല. പിന്നെ വേറെ പറഞ്ഞ പോലെ കോപ്പി മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കണ്ടന്റുകളും കാര്യങ്ങളും ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മഞ്ജു ചേച്ചി പറഞ്ഞ നമ്മൾ ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പോകുന്ന സാധനം ഒന്നും കൂടെ ഡയറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും. ഒരു ഫ്യൂ വേർഡ്സ് ഒന്നും കൂടെ ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ വാഴൂർ ജോസ് ചേട്ടനും കൂടെ നമ്മൾ വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറയാൻ വിട്ട്, സോറി. വെൽക്കം ചേട്ടാ. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അടികപ്പേരെ കൂട്ടമണി ഉറിയടി എന്നീ സിനിമകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്യുന്ന 3ാമത്തെ പടമാണ് അടിനാശം വെള്ളപ്പൊക്കം. ആ സിനിമയോട് അനുബന്ധിച്ച് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം കണ്ടസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. സേ നോ ടു ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ ആ തീം ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഷോർട്ട് ഫിലിമുകളാണ് നിങ്ങൾ വേണ്ടത്. അപ്പോൾ ഈ വരുന്ന ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് വിജയിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഷോർട്ട് ഫിലിം അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. അതെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാരണം. ഇത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമകളുടെ കൂടെ, ഫീച്ചർ ഫിലിമിന്റെ കൂടെ ഈ പറയുന്ന പോലെ ഒരു ഷോർട്ട് ഫിലിം ഇങ്ങനെ പ്രദർശിപ്പിച്ച ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഇതൊരു അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നവംബർ 18 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. അതിന് മുമ്പായിട്ട് ഇതിന് എൻട്രികളെല്ലാം ക്ഷണിക്കുന്നു. അത് ഞങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ട്, മെയിൽ ID ഉണ്ട്. അത് ഞങ്ങൾ ഇവിടെ നമ്മൾ റിലീസ് വിതരണം ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് എല്ലാം പിന്നെ ഞങ്ങളുടെ ഒരു പ്രോപ്പർ ഒരു പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എൻ്റെ മെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ മെയിലിലേക്ക് ഇതിൻ്റെ അയച്ചു തന്നാൽ മതി. അതെ, നിബന്ധന വെച്ചാൽ ഇത് 4K റെസൊല്യൂഷൻ ആയിരിക്കണം. AI ജനറേറ്റഡ് ഒന്നും ആയിരിക്കാൻ പാടില്ല. എല്ലാം ഇപ്പം മ്യൂസിക് ആയാലും എല്ലാം അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കോപ്പിറൈറ്റഡ് ഒന്നും ആയിരിക്കാൻ പാടില്ല. എല്ലാം ഇൻഡിപെൻഡന്റ് കണ്ടന്റുകളായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ കണ്ട് മടുത്തതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ എന്താ പറയുന്നത് വേറെ രീതിയിൽ ഇതിനെ കാണാം. പിന്നെ എങ്ങനെ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യും. അത് ഇപ്പോൾ പലരുടെയും ഭാവനകൾ വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നല്ല നല്ല ഐഡിയാസ് ചിലപ്പോൾ ഈ പറയുന്ന ഗവൺമെന്റ് തന്നെ ചിലപ്പോൾ സെൻസർ ബോർഡ് തന്നെ ചിലപ്പോൾ അംഗീകരിച്ച് ചിലപ്പോൾ നാളെ ചിലപ്പോൾ അതായിരിക്കാം ഈ പറയുന്ന മുമ്പേ ചിലപ്പോൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു
നമുക്ക് കാരണം പിന്നെ ഇത് പറഞ്ഞ പോലെ നമ്മളിതൊരു ഈ സിനിമ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഒരു കംപ്ലീറ്റ്ലി ഒരു കോമഡി എന്റർടൈനറാണ്. അതിനകത്തൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ഡ്രഗ്സ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു കണ്ടന്റാണ്. അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ കാണിക്കുകയോ ഒന്നുമല്ല. അപ്പോൾ ഇതൊരു സോഷ്യൽ അവയർനെസ് എന്നും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയിലെ ഒരു വലിയൊരു ദുരന്തമാണ്. അപ്പം അത് അതിനെതിരായിട്ട് നമുക്കൊരു അവയർനെസ് പോലെ നമ്മളൊരു ചിന്തിച്ച ഒരു കാര്യമാണ്.